കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടുത്തെ രണ്ടാമത്തെ ചീഫ് കുക്ക് സന്തോഷ് ഏട്ടനെയാണ്. സന്തോഷ് ഏട്ടൻ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന താറാവ് മപ്പാസാണ്. താറാവ് മപ്പാസാണ്. അതിനെന്തെല്ലാം ആവശ്യം? അതിന് നമ്മൾ നാടൻ താറാവാണ് ഇത്. ഒരു താറാവ് നമ്മൾ ചെറിയ പീസാക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. വൃത്തിയാക്കി വെച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെ. ഈ താറാവ് നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ? താറാവ് 2-3 പ്രാവശ്യം വൃത്തിയായിട്ട് ഒന്ന് കഴുകി എടുത്താൽ എൻ്റെ അതിനകത്ത് കട്ടൊക്കെ ഉണ്ട്. അതൊന്ന് ഞങ്ങളിത് പിന്നെ തൊലിയോട് കൂടിയുള്ള താറാവാണിത്. അപ്പോൾ ടേസ്റ്റ് കിട്ടും, ഇച്ചിരി ടേസ്റ്റ് കിട്ടും. ഓക്കെ, താറാവ് മപ്പാസ് ഉണ്ടാക്കാൻ വേണ്ടി തൊലിയും കൂടിയുള്ള താറാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ടേസ്റ്റും കുഴപ്പമില്ലാതെ കിട്ടും. ഇനി വേറെന്തെല്ലാം ആവശ്യം ഇതിൻ്റെ കൂടെ? ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, ഇനി ചേർക്കേണ്ട പൊടി മസാലകളെല്ലാം റെഡിയാക്കി വെച്ചു. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഒരു ചട്ടിക്കകത്തോട്ട് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒരു 2-3 തവി വെളിച്ചെണ്ണ 3 തവി വെളിച്ചെണ്ണ ഇടുകയാണ്. ഇവിടുത്തെ വെളിച്ചെണ്ണയ്ക്ക് പരിശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് നമുക്ക് പറയാം. കാരണം ഇവിടെ കടയിൽ നിന്നല്ല വാങ്ങിക്കുന്നത്, ഡയറക്റ്റ് കൊണ്ടുവന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടേസ്റ്റ് കൂടുതലാണ് ഇതിന് കിട്ടുന്നത്. പിന്നെ ഇവിടെ ചെയ്യുന്ന ഫുൾ പാചകം ചെയ്യുന്ന ആൾക്കാർ ഇവിടെ എല്ലാം സന്തോഷത്തോടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഓരോ ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞു റെഡിയാക്കി വളരെ സന്തോഷത്തോടെയാണ് ഓരോ സ്റ്റാഫും വർക്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കിച്ചണില്ല. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുരുമുളക്, ശകലം കടുക്, എണ്ണ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ശകലം കടുക് അതിലേക്ക് ഇട്ട് അതൊന്ന് പൊട്ടിത്തെറിച്ച് റെഡി ആകുമ്പോഴേക്കും നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങ കഷ്ണങ്ങളാക്കിയത്. തേങ്ങ നമ്മൾ പൊടിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയത് അതിലേക്ക് ചേർക്കാൻ വേണ്ടി പോവുകയാണ്. തേങ്ങയും ചേർത്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലേ? തേങ്ങ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നു. സന്തോഷ് ഏട്ടൻ എന്താണ് ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യുന്നത് ഇവിടെ? ഞങ്ങൾ ഇവിടെ മെയിനായിട്ട് താറാവ് റോസ്റ്റ്, താറാവ് മപ്പാസ്, കരിമീൻ പൊള്ളിച്ചത്, കൊഞ്ച് ഫ്രൈ, പിന്നെ ചെറിയ ഈ കൊഞ്ച് കുടംപുള്ളി ഇട്ട് കറി വെച്ചത്, പിന്നെ ചെമ്മീൻ റോസ്റ്റ്. ഇപ്പം നമുക്ക് തേങ്ങ ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട്. സവോള ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയപ്പോഴാണ് നമ്മൾ ഇനി സവാള ചേർക്കുന്നത്. സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് നമ്മളിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വഴണ്ട് വരുന്നതിന്റെ കളർ ലൈറ്റ് ബ്രൗൺ തന്നെയാണ്. ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഒരു 6-7 പച്ചമുളക്, 6-7 പച്ചമുളക് രണ്ടായിട്ട് കീറിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇഞ്ചി നേരത്തെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, ഒപ്പം വെളുത്തുള്ളി ചതച്ചതാണോ? ചതച്ചല്ല, ചോപ്പ് ചെയ്തതാണ്. ഓക്കെ. വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. മൊത്തം ഈ കിച്ചണിൽ എത്ര പേരാണ് മൊത്തം ഉള്ളത്? കിച്ചണ് ഞങ്ങൾ മൊത്തം ഒരു 10-12 പേരോളം ഉണ്ട്. 12 പേരോളം. ചേട്ടാ, അപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയല്ലോ, സവാളയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി അതിനകത്ത് പരിപാടി ഏകദേശം ഒരു ബ്രൗൺ നിറമായിരിക്കണം. ഇനി മസാല ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഇനി നമ്മൾ എന്താണ് മസാലയാണോ ചേർക്കുന്നത്? മല്ലിപ്പൊടി എത്ര ടേബിൾ സ്പൂൺ ആണ്? ഒരു 2 ടേബിൾ സ്പൂൺ. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പെരിഞ്ചീരകം തനിയെ പൊടിച്ചത്, പെരിഞ്ചീരകം മാത്രമായിട്ട് പൊടിച്ചെടുത്താണ് അല്ലേ? ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം മാത്രം പൊടിച്ചത്. പിന്നെ കുരുമുളക് 1 ടേബിൾ സ്പൂൺ. എന്നിട്ട് നന്നായിട്ട് ഈ മസാലകളൊക്കെ ചേർത്ത് ഇളക്കുക. അതിനുശേഷം നമ്മൾ ഈ കഴുകി വെച്ച് വൃത്തിയാക്കി വെച്ച താറാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. മസാല കൂട്ട് ചേർത്ത് കഴിഞ്ഞ് നമ്മൾ താറാവും മപ്പാസിന് വേണ്ടി താറാവ് അതിലേക്ക് ചേർക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലേ? അപ്പൊ തന്നെ ഇനി എന്താ ചെയ്യാനുള്ള? ഇനി ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കണം. താറാവ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ സന്തോഷേട്ടൻ താറാവ് മപ്പാസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇപ്പം വെള്ളം ഒഴിച്ചു, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി എന്താണ്? നമ്മൾ മൂടി വെച്ച് വേഗുന്ന ഒരു സമയം എടുക്കും. ഏകദേശം ഒരു അരമണിക്കൂർ വേണം. അരമണിക്കൂർ സമയം കൊണ്ട് ഇത് വെന്തെടുക്കും. ഈ ഒരു ഹോട്ടലിന്റെ ടൈമിംഗ് എപ്പോഴാണ്? ടൈമിംഗ് തിരക്കുള്ള സമയം ഉച്ചയ്ക്കാണ് തിരക്ക്. വൈകിട്ട് 7 തൊട്ട് 10 വരെയാണ് വൈകിട്ട് തിരക്ക്. നമ്മുടെ
താറാവ് മപ്പാസ് ഇപ്പം വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഇതിനെ മൂടി വെക്കാൻ വേണ്ടി പോവുകയാണ്. താറാവ് മപ്പാസ് വെള്ളം ഒഴിച്ച് അകത്ത് ഏകദേശം റെഡി ആയി കഴിഞ്ഞു, ഏകദേശം വേവായിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇനി നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുവാണ്. ഇത് ഒന്നാം പാലാണോ രണ്ടാം പാലാണോ? ഒന്നാം പാലാണ്. ഒന്നാം പാലാണ്. തേങ്ങാപ്പാൽ ചേർത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് സമയം കൂടി ഒന്ന് വെന്താൽ മതി. ഒരു 5 മിനിറ്റ് കൂടെ ഇരുന്നാൽ മതി. അപ്പോഴേക്കും താറാവ് മപ്പാസ് റെഡി ആവും. ഈ ഒരു സമയം കൊണ്ട് എങ്ങനെയാണ് താറാവ് മപ്പാസ് വീട്ടിൽ ഉണ്ടാക്കേണ്ടതെന്ന് സന്തോഷേട്ടൻ പറഞ്ഞുതരും. അപ്പൊ നമ്മുടെ ടേസ്റ്റി കുക്കറി ബുക്ക് എടുത്ത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഒരു താറാവ് ഉപയോഗിച്ച് താറാവ് മപ്പാസ് ഉണ്ടാക്കാൻ വേണ്ടി സന്തോഷേട്ടൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ആദ്യം എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ടു. കടുക് ഇട്ടതിന് ശേഷം തേങ്ങ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം പച്ചമുളക് 2ആയിട്ട് കീറിയതും ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും അതിന് കൂടെ തന്നെ വെളുത്തുള്ളി സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് 4 സവാള അല്ലേ? 4 സവാള അതിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ മസാല കൂട്ടുകളായ മുളക് പൊടി എത്രയാണ്? മുളക് പൊടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയതിനു ശേഷം കഴുകി റെഡിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള താറാവ് നമ്മൾ അതിലേക്ക് ഇട്ടു. നന്നായിട്ട് ഇളക്കി കൊടുത്തതിനു ശേഷം ആവശ്യമായ വെള്ളം ചേർത്തു. പാത്രം ചേർത്ത് അതിനെ അടച്ചു വെച്ചിരുന്നു. അടച്ചു വെച്ചതിന് ശേഷം 25 മിനിറ്റ് 30 മിനിറ്റ് സമയം വേവാൻ വേണ്ടി എടുത്തു. നമ്മൾ പാത്രത്തിന്റെ മൂടി മാറ്റിയിട്ട് ഒന്നാം തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ താറാവ് മപ്പാസ് റെഡി. ഇനി ഇതിന്റെ ടേസ്റ്റ് നോക്കിയാൽ മാത്രം മതി. താറാവ് മപ്പാസ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനിയാണ് താറാവ് മപ്പാസിന്റെ ടേസ്റ്റ് നോക്കേണ്ട സമയം. സന്തോഷേട്ടനാണ് താറാവ് മപ്പാസ് വെച്ച് തന്നത്. കിട്ടില്ല, പറയാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇതിന്റെ കൂട്ടും താറാവും എല്ലാം കൂടി നമുക്ക് കഴിക്കുമ്പോൾ ആ സ്വാദം വേറെ തന്നെ. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങളുടെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും കിച്ചണില്. ഇനി നമ്മൾ വീണ്ടും നേരെ കുമരകത്തേക്കാണ്. വ്യത്യസ്തമായ രുചിയും ഒപ്പം കുമരകത്തെ മനോഹരമായ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഒപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ കത്തുകൾ അയക്കുക. അയക്കേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ, സൂര്യ TV ടേസ്റ്റ് ടൈം, PB നമ്പർ 2266, ശാസ്തമംഗലം, തിരുവനന്തപുരം 10. അപ്പോൾ ഫോണിലും നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാൻ. വിളിക്കേണ്ട നമ്പർ 047127270044. ഞങ്ങളുടെ ഇമെയിൽ ID suryatv@sunnetwork.in. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം വ്യത്യസ്തമായ കാഴ്ചയും വ്യത്യസ്തമായ രുചിയുമായി കാണുന്നവരേക്കും ബൈ.